അതിന്റെ തണ്ടൊടിച്ച് കുത്തും. താഴെ വീണിടുന്ന് പൊടിച്ചു വരും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഭംഗിയുള്ള ബിഗോണിയ, അതായത് നാടൻ ബിഗോണിയ, നമുക്കൊരു ലീഫ് കൊണ്ട് നല്ല മനോഹരമാക്കി ചെയ്യാൻ പറ്റുന്ന ഏകദേശം വളരെ കുറച്ച് ഒരു 45 പോട്ടിൽ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് ഇത് മറ്റുള്ള ബിഗോണിയെ പോലെ, സെൻസിറ്റീവായ ബിഗോണിയെ പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കും എവിടെയും എപ്പോഴും ഉണ്ടാക്കാം. ഏതൊരു വീട്ടിൽ പോയാലും ഒരു ലീഫോ 2 ലീഫോ കിട്ടും. അതൊന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എവിടെയാണ് ഇപ്പം തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ തൃശ്ശൂർ നെല്ലായിലാണ്, എൽസിയമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇതെങ്ങനെ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നമുക്ക് എൽസിയമ്മയോട് ചോദിച്ചു നോക്കാം. വീണ്ടും അതേ ആനനിയപ്പനും എൽസിയപ്പയും അമ്മയും തന്നെയാണ്. ഈ നമ്മുടെ ചാനലിൽ നിന്ന് ഇവരെ ഒഴിവാക്കാൻ തോന്നുന്നില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഇതിലെന്താ ചെയ്തിട്ടില്ലേ നമ്മൾ പ്രത്യേകിച്ച്? പോട്ടിംഗ് മിക്സ്, മറ്റേ കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, മണല് സാധാ ബേസിക് സംഭവം തന്നെ. പിന്നെ ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് അമ്മ പറഞ്ഞത്. തണലായതുകൊണ്ട് തണലത്തെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. തണലത്താണ് ബിഗോണിയക്ക് എപ്പോഴും നല്ലത്. പക്ഷെ ഇവിടെ തണലല്ലാത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെയും ഭംഗിയുണ്ടല്ലോ. ഇല്ല, നേരിയ വെയിലുള്ളൂ ഇപ്പൊ അതിന് ചെറിയ കളർ ചേഞ്ച് അവർക്ക് ഉണ്ട് അല്ലേ? സീസൺ മാറുമ്പോ നല്ല വെയിൽ വരുമ്പോ മാറ്റി വെക്കും. ഈ അതായത് ഓരോ സീസൺ വരുമ്പോ വെയിലിന്റെ വരുന്ന ഭാഗം മാറും. ഇപ്പൊ ആ സൈഡിലേക്കാണ് വെയിൽ മുഴുവൻ. ഇപ്പൊ ബോഗൻവില്ലയുടെ അടുത്തേക്കാ വെയില്. ഓക്കെ. അതായത് അപ്പൊ അങ്ങോട്ടാണ് വെയില്, അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. അപ്പൊ ഇതിങ്ങനെ സെറ്റ് ആവും. അതാ പുറകിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അതിൽ ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നല്ല തണല, DVD ഉണ്ട് മുകളില്, DVD തണലുണ്ട്. ഇവിടേക്ക് വെക്കുമ്പോൾ കുറച്ചൊരു കളർ, പക്ഷെ കളർ കുറച്ചുകൂടി ഭംഗി ഇതാണെന്ന് തോന്നുന്നു വെയിലടിക്കുന്നത് ചെറിയ. പിന്നെ എപ്പോഴും നമ്മൾ ബിഗോണിയൊക്കെ കാണിക്കുമ്പോൾ പറയും വയനാട്ടിൽ എല്ലാ പ്ലാന്റും ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഞാനിവിടെ വന്നിട്ട് ബാക്കിൽ കണ്ട നമ്മുടെ അലോക്കേഷ്യ ആണെങ്കിലും സെങ്കോണി ആണെങ്കിലും ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ബിഗോണിയ ഇത്രയും ചൂടുള്ള സ്ഥലത്തായിട്ട് പോലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, നാട്ടിലും വേണമെങ്കിൽ ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അല്ലേ, അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമല്ലേ. അപ്പോൾ എന്തായാലും നട്ടുണ്ടാക്കാനൊരു മനസ്സുണ്ടാവുക, നന്മയോടുകൂടി പെരുമാറും. നമുക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെയാ അമ്മ ചെയ്യുന്നത്? കൂടുതലും അതിന്റെ തണ്ടൊടിച്ച് കുത്തും. ലീഫ് അടിയിൽ നിന്ന്. പക്ഷെ ലീഫിലും സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂട്ടത്തിൽ എന്ത് സഹായത്തിനും അപ്പയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാവരും ആ ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. വളരെ മനോഹരമായ ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ് ആ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.